ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു ചിക്കൻ റോസ്റ്റാണ്. വെറും 10 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് ആദ്യം നേടി 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞളും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പൊടികളൊന്നും ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല. ഈ 3 പൊടി മാത്രം കേട്ടോ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം നമുക്കിതിലേക്ക് സിർക്കയില്ല വിനീഗർ, അത് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കിപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂണോളം വിനീഗറും കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് ഇതൊക്കെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പണിയൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് കഴിയുന്നപ്പോഴത്തേക്കും ഇതങ്ങ് റെഡി ആയിട്ട് കിട്ടിക്കോട്ടെ. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ട് വന്നോളും. അപ്പം നമ്മളിതാ ഇതെല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളിയുടെ തൊലി ഒന്ന് ഞാൻ കളഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊലി കളയാതെ ഇടാം കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊടുക്കുന്നതാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ അതങ്ങ് അരച്ചിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചിട്ട് അങ്ങ് സൈഡിൽ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് മീഡിയം സൈസുള്ള സവാള ഇതുപോലൊന്ന് ഘനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഉപ്പൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് കളറങ്ങ് മാറിയിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ സവാള വാർത്തെടുക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ ഏകദേശം ആ ഒരു പരുവത്തിലായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. കളറങ്ങ് മാറ്റി നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിതാ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആട്ടോ. അപ്പോൾ ഒരുപാട് ചേർക്കേണ്ടിയില്ല. നമ്മളിത് വളരെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ ചേർത്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാകാൻ. അതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചിയും 1-2 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ, അത് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണേ. അപ്പോൾ ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സ്മെല്ലിനും കളറൊക്കെ അങ്ങ് മാറിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള നമ്മൾ ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. വെള്ളം ചേർക്കാനേ പാടില്ല. നമ്മൾ ഈ ഒരു ചിക്കൻ റോസ്റ്റിലേക്ക് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിം ഇട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് കുക്കാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ചിക്കനിലുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ ഈ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരുപാട് സമയം എടുക്കില്ല. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിനൊന്ന് അടച്ച് വെക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ ഒരു സവാളയൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനും കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായിട്ട് വറ്റി കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിക്കോളേ. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനൊന്ന് അടച്ച് വെക്കണം. 1 മിനിറ്റോളം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഒന്നുകൂടി ഇത് അടച്ച് വെക്കുന്നുണ്ട്. 1 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി.
അപ്പോൾ ഇതാ വീണ്ടും 1 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടിയും ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടിയും ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ കുരുമുളക് ചേർത്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, മുളക് പൊടി മാത്രമേ കേട്ടോ എരിവിനായിട്ട് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഞാനിപ്പോൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ തക്കാളിയുടെ ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂണോളം ഗീ ആട്ടോ. അപ്പോൾ ആ ഒരു ഗീയും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലൊരു സ്മെല്ലാട്ടോ ഈ ഒരു റോസ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ ആണെങ്കിലും ചോറിനാണെങ്കിലും പൊറോട്ടയാണെങ്കിലും ദോശ ആണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ട് ഇത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.